ഹായ് എവരിവൻ, ഗുഡ് ഈവനിങ്. ഇന്നത്തെ വീഡിയോ കബൂൾച്ചറിൽ പുതിയതായിട്ട് വരുന്ന മലയാളികൾക്ക് വേണ്ടിയുള്ളതാണ്. ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ കബൂൾച്ചറിൽ എന്തെല്ലാം ഫെസിലിറ്റീസ് അവൈലബിൾ ആണ് എന്നുള്ളതാണ്. എനിക്കറിയാവുന്ന ഫെസിലിറ്റീസ് ആണ് കേട്ടോ. എനിക്കറിയാത്ത ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ടാവും, എന്നാലും ഞാൻ അറിയുന്നതാണ് പറയുന്നത്. ആദ്യമായിട്ട് നമുക്കിവിടെ ഒരു കബൂൾച്ചർ മലയാളി അസോസിയേഷൻ ഉണ്ട്. അതിൽ 270 അംഗങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ മലയാളികളെ പരിചയപ്പെടാനും സൗഹൃദങ്ങൾ പുതുക്കാനും അതുപോലെ നമ്മുടെ കഴിവുകൾ പ്രദർശിപ്പിക്കാനും ഒക്കെയുള്ളൊരു വേദിയാണ് നമ്മുടെ കബൂൾച്ചർ മലയാളി അസോസിയേഷൻ. പിന്നെ നമുക്കൊരു അങ്കമാലി സംഘമുണ്ട്. അങ്കമാലിയിൽ നിന്ന് വന്ന ആൾക്കാരുടെ ഒരു കൂട്ടായ്മ. അപ്പം അങ്കമാലിയിലുള്ളവരെ കാണാനും പരിചയപ്പെടാനും അങ്കമാലി എന്താ പറയുന്നത് ടൈപ്പ് ഫുഡ്സ്, അവിടെയുള്ള പ്രധാനപ്പെട്ട ഭക്ഷണമൊക്കെ നമുക്ക് ടേസ്റ്റ് ചെയ്യാനൊക്കെയുള്ള ഒരു വേദിയാണ് അങ്കമാലി സംഗമം. അപ്പോൾ അങ്കമാലി എന്നുള്ളവരാണെങ്കിൽ അതിൽ രജിസ്റ്റർ ചെയ്താൽ അപ്പോൾ നമുക്ക് ഒരു എന്താ പറയുന്ന അടിച്ചുപൊളിയായിട്ട് അവിടെ കൂടാം. പിന്നെ നമുക്കുള്ളത് സീറോ മലബാർ ചർച്ചാണ്. സൺഡേ കുർബാന കാണാനും അതുപോലെ തന്നെ കുർബാനയ്ക്ക് ശേഷം കുഞ്ഞുങ്ങൾക്ക് കാറ്റീസം ക്ലാസ്സസും എല്ലാ സൺഡേ ഉണ്ട്. അപ്പം നമുക്ക് അവിടെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ രജിസ്റ്റർ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല, വന്ന് കുർബാന നമുക്ക് കാണാവുന്നതാണ്. പിന്നെ പഠിക്കാനുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമുക്കിവിടെ കരാട്ടെ ക്ലാസ്സസ് ഉണ്ട്, കുഞ്ഞുങ്ങൾക്കുണ്ട് വലിയവർക്കുണ്ട്. കരാട്ടെ ക്ലാസ്സസ്, മിലൻ കരാട്ടേസ്, പിന്നെ ഡാൻസ് ക്ലാസ്സസ്, അതായത് ശാസ്ത്രീയ നൃത്തവും സിനിമാറ്റിക്കും ഒരുപോലെ പഠിപ്പിക്കുന്ന കുഞ്ഞുങ്ങൾക്കും വലിയവർക്കുള്ള ഡാൻസ് ക്ലാസ്, നാട്യകലാലയ. പിന്നെ ക്രിക്കറ്റ് ക്ലബ്ബ് ഉണ്ട്. ക്രിക്കറ്റ് ക്ലബ്ബ് ഇപ്പം കുഞ്ഞുങ്ങൾക്കില്ല, വലിയവർക്കാണ് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത്. അപ്പം കബൂൾച്ചർ ബ്ലാസ്റ്റേഴ്സ് ക്രിക്കറ്റ് ക്ലബ്ബ് നമുക്കുണ്ട്. പിന്നെ ഇതിനെല്ലാത്തിനും പുറമേ നമുക്കിവിടെ ഒരു സൺഡേ മാർക്കറ്റ് അവൈലബിൾ ആണ്. അത് സൺഡേയിലാണ് ഉള്ളത്. അവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ നാടൻ പച്ചക്കറികളും ഫ്രൂട്ട്സും അതുപോലെ തന്നെ നാടൻ രീതിയിലുള്ള ചെടികൾ, തയ്യകൾ അങ്ങനെ ഒക്കെ കിട്ടും. പിന്നെ അവിടെ ഫുഡും ഡ്രിങ്ക്സും ഒക്കെ ഉണ്ട്. അപ്പോൾ പിള്ളേരായിട്ട് ഫാമിലിയായിട്ടൊക്കെ പോയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയതാണ്. നമ്മുടെ ഇവിടെ കബൂൾച്ചറിൽ ബീർബറം റോഡിലാണ് സൺഡേ മാർക്കറ്റ് ഉള്ളത്. അപ്പോൾ ഇത്രയും ഫെസിലിറ്റീസാണ് എനിക്കറിയാവുന്നത്. ഇതിനെക്കുറിച്ച് ഇനിയിപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെങ്കിൽ നമ്മുടെ ഏതൊരു മലയാളിയോട് ചോദിച്ചാലും പറഞ്ഞു തരും. അപ്പം അടുത്തൊരു കബൂൾച്ചർ വിശേഷങ്ങളുള്ള വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.